ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലോ സിംപ്ലിഫൈഡ് വിത്ത് അഡ്വക്കേറ്റ് അനഘ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡെഫിനിഷൻസ് നമ്മൾ നാച്ചുറൽ ആൻഡ് സ്കോപ്പാണ് ഇനി നെക്സ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ആൻഡ് സ്കോപ്പ് പഠിച്ചാൽ നമ്മൾ ഡെഫിനിഷൻസ് ആദ്യം എഴുതണം. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണെന്നുള്ളത് നമ്മളെപ്പോഴും എഴുതണം. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഡെഫിനിഷൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് പബ്ലിക് ലോ which deals with the organization, powers, duties and functions of administrative authorities. It regulates the power of administrative agencies and provides legal remedies to persons affected by administrative action. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നത് സർക്കാർ വകുപ്പുകളോടും അതിനോട് ബന്ധപ്പെട്ട അധികാരികളും കമ്മീഷനുകളും ട്രൈബ്യൂണൽസും മറ്റും നടത്തുന്ന എല്ലാ നടപടികൾക്കും ഉള്ള നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്കുള്ള ഒരു നിയമശാഖയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, ടു കൺട്രോൾ ആർബിട്രറി പവർ, ടു എൻഷുർ അക്കൗണ്ടബിലിറ്റി, ടു പ്രൊട്ടക്ട് സിറ്റിസൺ റൈറ്റ്. ഇതാണ് പ്രധാനപ്പെട്ട 3 പോയിന്റ്. അപ്പോൾ ഡെഫിനിഷൻസ് മനസ്സിലായല്ലോ, അറിയാലോ. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് പഠിക്കേണ്ടത് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പം നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ ഒരു പോയിന്റ്, നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പബ്ലിക് ലോ. ഇതൊരു പബ്ലിക് ലോയുടെ ബ്രാഞ്ച് ആകുന്നു. അപ്പോൾ പബ്ലിക് ലോയുടെ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഗവേൺസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ദി സ്റ്റേറ്റ്. പൗരന്മാരും സർക്കാരും തമ്മിലുള്ള ബന്ധം പരിഗണിക്കുന്ന ഒരു നിയമമാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ പോയിന്റ്. ഫോക്കസ് ഓൺ ദി പബ്ലിക് ഇൻട്രസ്റ്റ്, നോട്ട് പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പബ്ലിക് ലോ ഗവേൺസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്, ഫോക്കസ് ഓൺ ദ പബ്ലിക് ഇൻട്രസ്റ്റ്, നോട്ട് പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഡൈനമിക് ആൻഡ് ഇവോൾവിങ്. ഡൈനമിക് ആൻഡ് ഇവോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനമിക് ആൻഡ് ഇൻവോൾവ് എന്ന് പറയുന്നത് സൊസൈറ്റിയും അതേപോലെ ഭരണതന്ത്രങ്ങളും വികസിക്കുന്നതിനനുസരിച്ച് നിയമം മാറുന്നു. അപ്പോൾ റെഗുലേറ്ററി സ്റ്റേറ്റ്, നമ്മുടെ റൈറ്റ് സ്റ്റേറ്റാണ്, വെൽഫെയർ സ്റ്റേറ്റാണ്. ഇവയുമായിട്ടുള്ള ഒരു റിലേറ്റഡ് നിയമമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പോൾ ഡൈനമിക്കായും ഇത് വളരുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഡൈനമിക്കുമാണ്, ഇവോൾവിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഡെവലപ്സ് എ സൊസൈറ്റി ആൻഡ് ഗവൺമെൻറ് ഫങ്ഷൻസ്, എക്സ്പാൻഡ്, അഡാപ്റ്റ്സ് ടു മോഡേൺ നീഡ്സ് ലൈക്ക് വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ എന്താണ്? നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ജഡ്ജ് മെയ്ഡ് ലോയാണ്. ലാർജ്ലി ബേസ്ഡ് ഓൺ ജുഡീഷ്യൽ ഡിസിഷൻസ് ആൻഡ് പ്രീസിഡൻസ്. കോർട്ട് ഹാവ് ഡെവലപ്ഡ് കീ ഡോക്ട്രിൻസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് റീസണബിൾനെസ്. കോടതികൾ വികസിപ്പിച്ചെടുത്ത ഒരു നിയമമാണ്, അല്ലേ? മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത് ജഡ്ജ് മെയ്ഡ് ലോ. കോടതികൾ വികസിപ്പിച്ചെടുത്ത ഒരു നിയമമാണ്. കോടതി വിധിയിലൂടെയാണ് പല അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ പല തത്വങ്ങളും പല നിയമങ്ങളും രൂപപ്പെട്ടു വന്നത്. ഓരോരോ കോടതി പ്രൊനൗൺസ് ചെയ്ത വിധികൾ ഓർഡറിൽ കൂടെയാണ്, കോടതി ഓർഡറിലൂടെയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നാലാമത്തെ പോയിന്റ് കൺസേൺ വിത്ത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. അപ്പം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞാൽ എന്താണ്? പാർലമെന്റ് ഡെലിഗേറ്റ്സ് റൂൾ മേക്കിംഗ് പവേഴ്സ് ടു ദ എക്സിക്യൂട്ടീവ്. നിയമനിർമ്മാണാധികാരം നിയമസഭ എക്സിക്യൂട്ടീവിന് നൽകുന്നതാണ്. അപ്പോൾ പാർലമെന്റ് ഡെലിഗേറ്റ്സ് റൂൾ മേക്കിംഗ് പവേഴ്സ് ടു ദ എക്സിക്യൂട്ടീവ്. അഡ്മിൻ ലോ എൻഷുവേഴ്സ് പ്രോപ്പർ ലിമിറ്റ്സ് ആൻഡ് കൺട്രോൾ. അതിൻ്റെ നിയന്ത്രണം, പരിധി എന്നിവ പഠിപ്പിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയാണ്. അപ്പോൾ കൺസേൺ വിത്ത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. പാർലമെന്റ് ഡെലിഗേറ്റ്സ് റൂൾ മേക്കിംഗ് പവേഴ്സ് ടു ദ എക്സിക്യൂട്ടീവ്. അഡ്മിൻ ലോ എൻഷുവേഴ്സ് പ്രോപ്പർ ലിമിറ്റ്സ് ആൻഡ് കൺട്രോൾസ്. പരിധികളും നിയന്ത്രണങ്ങളും ഇവ പഠിപ്പിക്കുന്ന ഒരു നിയമശാഖയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അഞ്ചാമത്തെ പോയിന്റ്, ഫിഫ്ത്ത് വൺ, ഫോക്കസ് ഓൺ നാച്ചുറൽ ജസ്റ്റിസ്. ഫോക്കസ് ഓൺ നാച്ചുറൽ ജസ്റ്റിസ്. എവറി പേഴ്സൺ മസ്റ്റ് ഗെറ്റ് ഫെയർ ഹിയറിംഗ്. അപ്പോൾ നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് കേട്ടതിന് ശേഷം മാത്രമേ വിധി പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ്. ഫോക്കസ് ഓൺ നാച്ചുറൽ ജസ്റ്റിസ്. ഡിസിഷൻസ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ബയാസ്. എപ്പോഴും പക്ഷഭേദമില്ലാതെ അൺബയാസ്ഡ് ആയിട്ട് വേണം വിധി നടത്താൻ. ഡിസിഷൻ മസ്റ്റ് ബി ഫ്രീ ഫ്രം ബയാസ്.
ആറാമത്തത് നോട്ട് കോഡിഫൈഡ് കംപ്ലൈൻലി. ഇത് ഒരിക്കലും കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ലോ അല്ല. പഴയ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ യാതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇപ്പം BNS ആണ്, ഭാരതീയ ന്യായ സംഹിതയാണ്. അതുപോലുള്ള ഒറ്റ ആക്റ്റും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇല്ല. വ്യത്യസ്തമായ നിയമങ്ങൾ, നോട്ടിഫിക്കേഷൻസ്, വിധികൾ ഇതെല്ലാമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു നിയമശാഖയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇറ്റ് ഈസ് സ്കാറ്റേർഡ് അക്രോസ് ആക്ട്സ്, റൂൾസ് ആൻഡ് കേസ് ലോസ്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഒന്നും കൂടി പോയിന്റ് വൈസ് ആയിട്ട് പറയാം. ഒന്നാമത്തെ പോയിന്റ്, പാർട്ട് ഓഫ് പബ്ലിക് ലോ. ഇറ്റ് ഗവേൺസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്. സെക്കൻഡ് വൺ, ഫോക്കസ്ഡ് ഓൺ ദി പബ്ലിക് ഇൻട്രസ്റ്റ്, നോട്ട് പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ്. ഇനി സെക്കൻഡ് പോയിന്റ്, ഡൈനമിക് ആൻഡ് ഇവോൾവിംഗ്. It develops as society and government functions expand. It adapts to modern needs like welfare state and globalization. Third one, judge-made law. It is largely based on judicial decisions and precedents. Court have developed key doctrines. Example, natural justice, reasonableness. Fourth one, concerned with delegated legislation. Parliament delegates rule-making powers to the executive. Admin law ensures എന്താണ് proper limits and controls. Fifth one, focus on natural justice. Every person must get fair hearing. Decision must be free from bias. That's very important. Sixth one, not codified completely. Unlike Indian Penal Code, അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNS, admin law is not consolidated into one statute. It is scattered across acts, rules and case laws. ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള നിയമവുമായിട്ട് ഇത് വ്യാപിച്ച് കിടക്കുന്ന ഒരു നിയമശാഖയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് സ്കോപ്പാണ് പഠിക്കേണ്ടത്. സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് തന്നെ, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. നിയമനിർമ്മാണത്തിൻ്റെ അധികാരത്തിൻ്റെ കൈമാറ്റമാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. അതെന്താണ്? സ്റ്റഡി ഓഫ് ഹൗ ആൻഡ് വൈ ലെജിസ്ലേച്ചർ ഡെലിഗേറ്റ്സ് പവർ ടു ദ എക്സിക്യൂട്ടീവ്. എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവിന് പവേഴ്സ് കൊടുക്കുന്നത്, കൈമാറ്റം ചെയ്യുന്നത്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, സ്റ്റഡി ഓഫ് ഹൗ ആൻഡ് വൈ ലെജിസ്ലേച്ചർ ഡെലിഗേറ്റ്സ് പവർ ടു ദ എക്സിക്യൂട്ടീവ്. Second point, administrative adjudication. When administrative bodies act like a court to decide rights or liabilities, example എന്താണ്? ട്രിബ്യൂണൽസ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഭരണ നടപടികൾ വഴി വിധി പറഞ്ഞാൽ അതിൻ്റെ ഒരു നിയമമാണ് എന്ന് പറഞ്ഞാൽ ഭരണ നടപടികൾ വഴി, ഭരണകൂടത്തിൻ്റെ നടപടികൾ വഴി വിധി പറയുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ജുഡീഷ്യൽ റിവ്യൂ ആണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജുഡീഷ്യൽ റിവ്യൂ. ഭരണ നടപടികളെ കോടതിക്ക് പുനഃപരിശോധിക്കാനുള്ള ഒരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കോർട്ട്സ് പവർ ടു റിവ്യൂ ദ ലീഗാലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ. കോർട്ട്സിന് പവറുണ്ട്, കോടതി വിധികളെ പുനഃപരിശോധിക്കാനുള്ള ഒരു അധികാരമാണ്. ഫോർത്ത് പോയിന്റ്, പ്രിൻസിപ്പൽസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നീതിപൂർണവും സുതാര്യവുമായ അൺബയാസ്ഡുമായിട്ടുള്ള ഒരു നിയമമാണ് നാച്ചുറൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. എൻഷുവേഴ്സ് ഫെയർ പ്രൊസീജിയർ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. എപ്പോഴും നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ അതൊരു അൺബയാസ് ആയിരിക്കണം, ഫ്രീ ഫ്രം ബയാസ്. ഓക്കെ, ഫിഫ്ത്ത് വൺ, റെമഡീസ് ആൻഡ് ലയബിലിറ്റീസ്. റെമഡീസ് ആൻഡ് ലയബിലിറ്റീസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് റിട്സ് ആണ്. റിട്സ് നിങ്ങൾക്കറിയാം, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെഷ്യോറായി, അങ്ങനെ കുറേ 4 റിറ്റുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ ആ ഒരു റിട്സ് ലീഗൽ റെമഡീസ് ആയിട്ട് നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇഞ്ചക്ഷൻസ്, ഡാമേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ പ്രധാനമാണ്. അപ്പം റെമഡീസ് ആൻഡ് ലയബിലിറ്റീസ്. ലീഗൽ മെക്കാനിസം അവൈലബിൾ ടു അഗ്രീവ്ഡ് പേഴ്സൺ. അല്ലാണ്ട് റിട്ടും ഇഞ്ചക്ഷനും ഡാമേജും എന്ന് പറയുന്ന ലീഗൽ മെക്കാനിസം അവൈലബിൾ ടു അഗ്രീവ്ഡ് പേഴ്സൺസിന്. ഇനി സിക്സ്ത് പോയിന്റ്, കൺട്രോൾ മെക്കാനിസം. കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 32, 226. ലെജിസ്ലേറ്റീവ്, പാർലമെൻ്ററി കമ്മിറ്റീസ് ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ
and constitutional, legislative and judicial control over administration. ഭരണഘടനാപരവും നിയമപരവുമായ പ്രവർത്തനങ്ങളെ കോടതി മൂലം നിയന്ത്രിക്കുന്ന ഒരു നിയമവുമാണ് അഡ്മിനിസ്ട്രേഷൻ വെച്ചിട്ടാണ് ഇവയെ നിയന്ത്രിക്കുന്നത്. ഭരണഘടനാപരവും ലെജിസ്ലേറ്റീവായിട്ടുള്ള നിയമപരവും ഭരണഘടനാപരവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കോടതി മൂലം നിയന്ത്രിക്കാനും കഴിയും. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഒരു സ്കോപ്പ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ സ്കോപ്പ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, സ്റ്റഡി ഓഫ് ഹൗ ആൻഡ് വൈ ലെജിസ്ലേച്ചർ ഡെലിഗേറ്റ്സ് പവർ ടു ദ എക്സിക്യൂട്ടീവ്. സെക്കൻഡ് പോയിന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ. When administrative bodies act like a court to decide rights or liabilities, example tribunals. Third one, judicial review. Court's power to review the legality of administrative actions. Fourth point, principles of natural justice. It ensures fair procedure in administrative decision making. Fifth one ഏതാണ്? റെമഡീസ് ആൻഡ് ലൈബിലിറ്റീസ്. ലീഗൽ മെക്കാനിസം അവൈലബിൾ ടു അഗ്രീവ്ഡ് പേഴ്സൺ. അതിൽ റിട്സ് വരാം, ഇഞ്ചക്ഷൻസ് വരാം, ഡാമേജസ് എക്സെട്ര. കൺട്രോൾ മെക്കാനിസം, കോൺസ്റ്റിറ്റ്യൂഷണൽ, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയാണ് സ്കോപ്പിൻ്റെ പോയിന്റ്സ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് നോക്കാം. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് എന്ന് പറഞ്ഞാൽ റിഡ്ജ് വേഴ്സസ് ബാൾവിൻ 1964 AZ 40. അപ്പോൾ ആ കേസാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ കേസ് എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. ഒരു നാച്ചുറൽ ജസ്റ്റിസ്, നമ്മളുടെ ഒരു നീതിയുടെ നിഷേധമാണ്, വയലേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിധി പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് അഫക്റ്റിംഗ് റൈറ്റ്സ് മസ്റ്റ് ഫോളോ ഫെയർ പ്രൊസീജിയർ എന്നുള്ളതാണ് അതിൻ്റെ വിധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കേസ് നിങ്ങൾ കൃത്യമായിട്ട് മുഴുവൻ എഴുതണം. ആ കേസ് എന്താണെന്നും ഈ റിഡ്ജ് വേഴ്സസ് ബാൾവിൻ അതിൻ്റെ സമയമുണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതണം. മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എസ്സേ പോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ടൈം കിട്ടൂല. നിങ്ങൾ ഓരോ കേസുകളും എന്താണ് കേസ് എന്ന് ചുരുക്കി കുറച്ച് എഴുതിയതിന് ശേഷം അതിനുശേഷം പിന്നീട് അതിൻ്റെ വിധിയും കൂടി എഴുതിയിട്ട് എന്താണ് വിധി, ഹെൽഡ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട്, എന്താണ് അതിൻ്റെ എന്താണ് കോടതി ഉദ്ദേശിച്ചത്, എന്തായിരുന്നു കേസിൻ്റെ സ്വഭാവം എന്തായിരുന്നു, അത്രയും നിങ്ങൾ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ കേസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് റിഡ്ജ് വേഴ്സസ് ബാൾവിൻ 1964 AC 40 എന്നുള്ളൊരു കേസാണ്. വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് കേട്ടോ. വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഏറ്റവും എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കേസാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് അഫക്റ്റിംഗ് റൈറ്റ്സ് മസ്റ്റ് ഫോളോ ഫെയർ പ്രൊസീജിയർ. രണ്ടാമത്തെ കേസ് പറയുന്നത് AK കൃപക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഒരു കേസാണ്. 1917 അതെന്ന് പറയുന്നത് സെലക്ഷൻ കമ്മിറ്റി ഹാഡ് എ മെമ്പർ ഹു വാസ് ഓൾസോ എ കാൻഡിഡേറ്റ്. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആൾ തന്നെയാണ് ഉദ്യോഗാർത്ഥിയായിട്ട് വന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ബയാസ്ഡ് ആണ്. അപ്പോൾ അതും നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വിപരീതമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഹെൽഡും വന്നേക്കുന്നത് ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ഷുഡ് ഫോളോ നാച്ചുറൽ ജസ്റ്റിസ്. അപ്പോൾ ഉദ്യോഗാർത്ഥിയും സെലക്ഷൻ ബോർഡിലെ അംഗവും ഒരാൾ തന്നെ വന്നു കഴിഞ്ഞാൽ അത് ബയാസ്ഡ് ആണ്. അപ്പം നമ്മളെപ്പോഴും ഇത് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആയിരിക്കണം. അതാണ് വിധി വന്നിരിക്കുന്നതും ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ഷുഡ് ഫോളോ നാച്ചുറൽ ജസ്റ്റിസ്. മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978 പാസ്പോർട്ട് കേസാണ് കേട്ടോ. പാസ്പോർട്ട് ഇമ്പൗണ്ടഡ് വിത്തൗട്ട് ഹിയറിംഗ്. അപ്പോൾ അത് പാസ്പോർട്ട് പിടിച്ചെടുത്ത ഒരു ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാസ്പോർട്ട് പിടിച്ചെടുത്ത ഒരു കേസ് വേണം. കാരണം പാസ്പോർട്ട് മനേകാ ഗാന്ധിക്ക് പുറത്തേക്ക് പോകാൻ, വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് കൊടുക്കാതെ ഇന്ദിരാഗാന്ധി അമ്മ അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ആ ഒരു കേസ് വന്നത്. അതിൻ്റെ ഹെൽഡ് എന്ന് പറയുന്നത് എനി ലോ അഫക്റ്റിംഗ് പേഴ്സണൽ ലിബർട്ടി മസ്റ്റ് ബി ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ. എപ്പോഴും നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം മസ്റ്റ് ബി ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. അതൊരിക്കലും ഏതെങ്കിലും ഒരു ഗ്രഡ്ജിൻ്റെ ഭാഗമാകരുത് എന്നുള്ളതാണ് ആ ഒരു വിധി വന്നത്. അതിനകത്ത് മനേകാ ഗാന്ധി ആ കേസ് വിജയിച്ച കേസാണ് കേട്ടോ. മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ ഇനി അടുത്ത നാലാമത്തെ കേസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് R ഗാന്ധി 2010 ഒരു കേസാണ് കേട്ടോ. ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടൊരു കേസാണ്. ഡിസ്കസ്ഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ട്രിബ്യൂണൽസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്. ഈ എന്താ പറയുക, സ്വാതന്ത്ര്യവും ഈ ട്രൈബ്യൂണൽസിൻ്റെയും കമ്മീഷൻസിൻ്റെയൊക്കെ ഭരണ സ്വാതന്ത്ര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു കേസാണത്. അത് നിങ്ങൾ പോയിട്ട് ഒന്ന് റെഫർ ചെയ്യണം കേട്ടോ. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് R ഗാന്ധിയുടെ 2010 ഒരു കേസ്.
പിന്നെ അടുത്ത ഞാൻ പ്രിഫർ ചെയ്യുന്ന കേസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗദ്യാൽ സിംഗ് 1918 കേസാണ്. അതും ആർബിട്രറിലി ലൈൻഡ് അക്യൂസിഷനെയാണ്. എന്താ പറയുക ഭൂമി കൈപ്പറ്റൽ ഭരണാധികാരം ദുരുപയോഗം ചെയ്തപ്പോൾ കോടതി അതിനെ വിലക്കിയായിട്ടുള്ളൊരു കേസാണ്. അത് നിങ്ങൾ പോയിട്ട് റെഫർ ചെയ്യണം. ഗവൺമെൻറ് കനോട്ട് ആക്ട് ആർബിട്രറിലി ഇൻ ലാൻഡ് അക്യൂസിഷൻ. ഒരിക്കലും നമുക്ക് അധികാരമുണ്ട് എന്ന് കരുതി ഒരിക്കലും അത് എന്താ പറയുക ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ ലാൻഡ് അക്യൂസിഷനിൽ അത് ദുരുപയോഗം ചെയ്തതായിട്ട് കോടതി കണ്ടെത്തി എന്നുള്ളതായിരുന്നു. അത് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർദിയാൽ സിംഗിൻ്റെ ഒരു കേസാണ്. അത് നിങ്ങൾ പോയിട്ട് റെഫർ ചെയ്യണം. അങ്ങനെ ഒരു 5 കേസ് നിങ്ങൾ എഴുതുക, നാച്ചുറൽ സ്കോപ്പും എഴുതുക, അതിൻ്റെ ഓരോ പോയിന്റ് വൈസ് എഴുതുക, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഡെഫിനിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണെന്ന് കൃത്യമായിട്ട് എഴുതണം.